ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി പാർട്ടി വെയർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പാറ്റേൺ ഇവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അത് കറക്റ്റായിട്ട് ഇച്ചിരി ഒരു ടഫായിട്ടുള്ള വർക്കാണ്, ഹെവി വർക്കാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടി നമ്മളിങ്ങനെ ഡ്രോ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇതാ നമ്മൾ ആ ഫസ്റ്റ് നെക്കിൻ്റെ 1 ഇഞ്ചിൽ നമ്മളിതുപോലെ ബീഡ്സ് കൊടുക്കുന്നുണ്ടേ. നല്ല തിക്കായിട്ട് തന്നെയാണ് ബീഡ്സ് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മുടെ ആം ഹോൾ പോർഷൻ്റെ പോർഷനിൽ നിന്നും സെൻറ്ററിലായിട്ട് ഒരു ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് ആം ഹോളിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു 3 ലെയറായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കാണിക്കുമ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് പേപ്പറിൽ ഡ്രോ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മളിവിടെ റൗണ്ട് വരച്ചിരിക്കുന്നില്ല, ഇവിടെയൊക്കെ നമ്മൾ 2 ലെയറിൽ റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ലീഫ് പാറ്റേൺ വരച്ചിരിക്കുന്ന എല്ലാം ഗോൾഡൻ കട്ട് ബീഡ് വെച്ചിട്ട് ലീഫാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ വരുന്ന പോർഷൻസിലെല്ലാം നമ്മളിതുപോലെ സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട്, ബീഡ്സ് വെച്ച് സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 1 ഇഞ്ചിൽ നല്ല തിക്കായിട്ട് 2 കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് മെറ്റീരിയൽ ചിലപ്പോൾ ഇത്രയും കറക്റ്റായിട്ട് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ വരച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ എന്തൊക്കെ മെറ്റീരിയൽസാണ് ഇതിന് വേണമെന്നുള്ളത് നോക്കാവേ. ഇതുപോലെയുള്ള കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, 2 ടൈപ്പ് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ 1 ഇഞ്ചിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഗോൾഡൻ കളർ ബീഡ്സ് വേണം. പിന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ സെയിം കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്, ആങ്കർ ത്രെഡ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ സെയിം കളർ സ്വിങ് ത്രെഡ്, 2 നീഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഒരു നീഡിൽ വേണം. പിന്നെ നമുക്ക് ചെറിയ നീഡിൽ നമ്പർ 12 വേണം കേട്ടോ, ബീഡ്സ് കോർക്കാൻ. ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാവേ. നമ്മൾ പേപ്പറിൽ ഡ്രോ ചെയ്ത് കാണിച്ചതുപോലെ തന്നെയാണ് നമ്മൾ മെറ്റീരിയലും ഡ്രോ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളിവിടെ റൗണ്ട് വരച്ചിരിക്കുന്ന ഭാഗത്ത് നമുക്ക് റിംഗ് നോട്ട് ഫ്ലവർ വെച്ച് കൊടുക്കാവേ. 2 ലെയറിലാണ് ഈ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുന്നത്. 2 പ്രാവശ്യം നീഡിലോട്ട് ഡോപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പതിയെ നീഡിൽ താഴേക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് നമ്മളിതുപോലെ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒരു ലെയർ കൂടെ നമുക്ക് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാവേ. അതും ഇതുപോലെ തന്നെ 2 പ്രാവശ്യം ലൂപ്പിട്ട് കൊടുക്കുക, പതിയെ നീഡിൽ താഴോട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു നോട്ട് ഇവിടെ വീഴും. ഉള്ളിൽ നമുക്കിതുപോലെ തന്നെ ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലെയറിലായിട്ട് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് സെൻറ്ററിലായിട്ടൊരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്കിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിവിടെ സ്റ്റെം ചെയ്യാനായിട്ട് നമുക്ക് കട്ട് ബീഡ് യൂസ് ചെയ്യാം കേട്ടോ. ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് ഈ സ്റ്റെം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ സ്റ്റെം ചെയ്യാം കേട്ടോ. നമുക്ക് ലൈൻ ഫുള്ളും സ്റ്റെം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റെം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലീഫാണ് കേട്ടോ. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ 4 കട്ട് ബീഡ് എടുക്കുന്നുണ്ട്. ഇവിടെ ഡ്രോ ചെയ്തിരിക്കുന്ന അതേ ലൈനിലൂടെ തന്നെ നമുക്ക് സെൻറ്ററിലൂടെ ഒരു 4 കട്ട് ബീഡ് എടുത്ത് അതവിടെ പോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഈ സെൻറ്ററിലൂടെ തന്നെ വന്നിട്ടുള്ള ഈ സെൻറ്ററിൽ 4 കട്ട് ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് കുറച്ച് താഴ്ത്തി നമുക്ക് ഇതുപോലെ ലീഫ് പാറ്റേണിൽ തന്നെ ചെയ്തെടുക്കാവേ. അതും ഇതുപോലെ 4 കട്ട് ബീഡ് തന്നെ വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ലീഫ് ചെയ്തെടുക്കുക. പിന്നെ ഓരോ ലീഫിൻ്റെ ഈ 2 ബീഡ് ഇടവിട്ട് നമുക്ക് ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ലോക്ക് സ്റ്റിച്ച് കൂടെ കൊടുക്കാം, എങ്കിൽ മാത്രമേ ഈ ലീഫ് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഇതുപോലെ റിംഗ് നോട്ട് ഫ്ലവർ, സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡ്, ഇതുപോലെ ലീഫ്, നമ്മുടെ സ്റ്റെം, ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഈ യോക്കിൽ വന്നിരിക്കുന്ന ഈ ഡിസൈൻ ഫുള്ളും ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ യോക്ക് ഭാഗത്ത് ഈ ഒരു ഡിസൈൻ ഫുള്ളും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നെക്കിൽ ഒരു 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ ഇതുപോലെ 2 കളർ ബീഡ്സ്, കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നെക്കിൽ 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ബീഡ്സും മിക്സ് ചെയ്ത് തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ കളറും പിന്നെ നമ്മൾക്കൊരു ആൻറ്റിക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സും അങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഫുള്ളും ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഈ 1 ഇഞ്ചിൽ ചെയ്തെടുക്കുക. നമ്മുടെ വീഡിയോ അത്യാവശ്യം നല്ല ഹെവിയാണ്, അപ്പം ലെങ്ത് കൂടി പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. ഈ 1 ഇഞ്ചിലും ഇതുപോലെ തന്നെ ബീഡ്സ് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഡിസൈൻ്റെ ഒരു 3 ഇഞ്ചസ് ഇവിടെ ബാക്കി വരുന്നില്ലേ, നമ്മുടെ നെക്ക് ഡിസൈൻ്റെയും ഓക്കിൻ്റെയും ഇടയ്ക്ക് ഇതുപോലെ ഒരു 3 ഇഞ്ചോളം ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ചെറിയ സ്പ്രെഡിങ് കൊടുക്കുക കേട്ടോ. ഇത്രയും തിക്കായിട്ട് ഇതിനെ ചെയ്യണമെന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കും പോലെ സ്പ്രെഡിങ് ആയിട്ട് ഈ 2 കളർ ബീഡ്സ് വെച്ച് ഇതുപോലെ സ്പ്രെഡിങ് കൊടുത്തു പോവുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ വർക്ക് വരുന്നത്. നമുക്കിതിൻ്റെ ഫുൾ വ്യൂ എങ്ങനെയാണ് നോക്കാം, ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മളിതുപോലെ 3 പാർട്ടായിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. നെക്കിൽ 1 ഇഞ്ചിൽ നല്ല തിക്കായിട്ട് 2 കളർ കട്ട് ബീഡ്സ്, പിന്നെ നമ്മളൊരു 3 ഇഞ്ചിൽ ഇതുപോലെ ഒരു സ്പ്രെഡിങ്, പിന്നെ നമ്മുടെ താഴത്തെ യോഗിൻ്റെ നമ്മുടെ ചെസ്റ്റ് പോർഷൻ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് ലീഫും നമ്മൾ ഡബിൾ ലെയർ റിംഗ് നോട്ട് ഫ്ലവറും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ഡിസൈനാണ്. 2 സ്ലീവിലും ഇതുപോലെ വർക്ക് ചെയ്തിരിക്കുന്നത്. റിംഗ് നോട്ട് ഫ്ലവറും കട്ട് ബീഡും വെച്ചിട്ട് നമ്മളൊരു 1 ഇഞ്ചിൽ നല്ല തിക്കായിട്ടും പിന്നീട് അങ്ങോട്ട് സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.